ഇനി നമ്മൾ പറയുന്നത് ഗ്രൂപ്പ് 17th എലമെന്റ്സിനെ കുറിച്ചാണ്. ഗ്രൂപ്പ് 17th എലമെന്റ്സിൽ വരുന്ന മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഫ്ലൂറിൻ നിന്നാണ് തുടങ്ങുന്നത്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ, ഇത്രയാണ് 17th ഗ്രൂപ്പിലെ എലമെന്റ്സ്. ഇതിൽ നമുക്കറിയാം ഫ്ലൂറിൻ ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അത് യെല്ലോ കളറിലാണ് കാണുന്നത്. അതേപോലെ ക്ലോറിന്റെ കളർ ഗ്രീനിഷ് യെല്ലോ കളറാണ്. ബ്രോമിൻ റെഡ് കളറിലാണ്. അതേപോലെ അയഡിൻ വയലറ്റ് കളറിലാണ്. ഇത്രയാണ് ഈ പീരീഡിൽ എടുക്കുകയാണെങ്കിൽ ഏറ്റവും ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള എലമെന്റ് ആണ്. അതേപോലെ ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഉള്ള എലമെന്റ്. ഈ ഗ്രൂപ്പിലെ എലമെന്റ്സിനെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ 17th ഗ്രൂപ്പ് എലമെന്റ്സ് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ അറ്റോമിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരിക ns2np5 എന്നുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരിക. വാലൻഷ്യലിൽ 7 ഇലക്ട്രോൺസ് ആണ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ns2np5 എന്ന് പറയുമ്പോൾ വാലൻഷ്യൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2np5 ആണ്. അപ്പൊ എപ്പോഴും ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് എക്സിസ്റ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ -1 ആയിരിക്കും അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്നത്. ഗ്രൂപ്പ് 17th എലമെന്റിന്റെ അറ്റോമിക് ആൻഡ് അയോണിക് റേഡിയസ് have smallest atomic and ionic radii in their respective period due to maximum effective nuclear charge. നമുക്കറിയാം ഗ്രൂപ്പില് പീരീഡില് ഇടത്തുനിന്ന് വലത്തോട്ട് പോകുന്നതിനനുസരിച്ച് എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. അപ്പം ഓരോ പീരീഡിലും ഷെല്ലിന്റെ എണ്ണം കൂടാതെ എഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുകയാണ്. അപ്പം ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞു വരും. അതുകൊണ്ട് ഏറ്റവും മാക്സിമം സൈസ് ഓരോ പീരീഡിൽ എടുക്കുകയാണെങ്കിലും ഏറ്റവും ചെറിയ സൈസ് ഉള്ള എലമെന്റ് 17th ഗ്രൂപ്പ് എലമെന്റ്സ് ആയിരിക്കും. ഇതിന്റെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഏറ്റവും നമുക്കറിയാം ഹൈലി ഇലക്ട്രോ നെഗറ്റീവ് ആണ്. ഫ്ലൂറിനാണ് ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി ഉള്ളത്. അതേപോലെ ആ ഗ്രൂപ്പിൽ 17th ഗ്രൂപ്പിൽ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോകുന്നതിനനുസരിച്ച് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. പക്ഷെ ആ പീരീഡിൽ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലുള്ള എലമെന്റ് 17th ഗ്രൂപ്പിലായിരിക്കും. അടുത്ത അറ്റോമിക് പ്രോപ്പർട്ടിയാണ് അയണൈസേഷൻ എൻതാൽപ്പി. ഇതിന് ഏറ്റവും കൂടിയ ഹാവ് വെരി ഹൈ അയണൈസേഷൻ എൻതാൽപ്പി ഡ്യൂ ടു സ്മോൾ സൈസ് ഓഫ് ആറ്റം. ആറ്റത്തിന്റെ സൈസ് പീരീഡിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ചെറുതായതുകൊണ്ട് അതിന്റെ അയണൈസേഷൻ എൻതാൽപ്പി വളരെ കൂടുതലായി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി രണ്ടാമത്താണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഹാവ് എ മാക്സിമം നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ബിക്കോസ് ദേ ഹാവ് ഓൺലി 1 ഇലക്ട്രോൺ ലെസ് ദാൻ നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ കുറവ് മാത്രമേ അതിനുള്ളൂ. അതുകൊണ്ട് തന്നെ മാക്സിമം നെഗറ്റീവ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയാണ് ഗ്രൂപ്പ് 17th എലമെന്റ്സിന് ഉണ്ടാവുക. ഗ്രൂപ്പ് 17th എലമെന്റ്സിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് പോലെയുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഈ 17th ഗ്രൂപ്പിന്റെ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. 17th ഗ്രൂപ്പ് എലമെന്റ്സ് ഒക്കെ കളേർഡ് ആണ് നമ്മൾ പറഞ്ഞു. ഫ്ലൂറിൻ മുതൽ അയഡിൻ വരെ, ഫ്ലൂറിന്റെ യെല്ലോയിഷ് കളർ മുതൽ നമ്മൾ അയഡിന്റെ വയലറ്റ് കളർ വരെ പറഞ്ഞു. അതിനുള്ള റീസൺ ആണ് നമ്മളൊന്ന് all are colored due to the absorption of radiation in visible region which results in the excitation of outer electron to higher energy level. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണ് എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് അബ്സോർബ് ചെയ്യുന്ന റേഡിയേഷൻ വിസിബിൾ റീജിയനുള്ള റേഡിയേഷൻ ആണ്. ഹയർ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത്, എക്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ഹയർ ലെവലിലേക്ക് റേഡിയേഷൻ അബ്സോർബ് ചെയ്ത് പോകും. തിരിച്ച് അതേപോലെ മുകളിൽ നിന്ന് തിരിച്ച് താഴോട്ട് വരുമ്പോൾ ഏത് റേഡിയേഷനാണ് അബ്സോർബ് ചെയ്ത് അത് പുറത്തേക്ക് വിടുന്നത് കൊണ്ടാണ്, ഇലക്ട്രോണിക് എക്സൈറ്റേഷൻ നടക്കുന്നതുകൊണ്ടാണ് അവിടെ കളേർഡ് കോമ്പൗണ്ട് ആയിട്ട് തോന്നുന്നത്. ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ റിയാക്ട്സ് വിത്ത് വാട്ടർ. ഫ്ലൂറിനും ക്ലോറിനും വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. ബ്രോമിൻ ആൻഡ് അയഡിൻ ആർ സ്പെയറിംഗ്ലി സോളിബിൾ ഇൻ വാട്ടർ ബട്ട് സോളിബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്. ബ്രോമിനും അയഡിനും സ്പെയറിംഗ്ലി സോളിബിൾ ആണ്, പാർഷ്യലി സോളിബിൾ ആണ്. പക്ഷെ വാട്ടറിൽ ഓർഗാനിക് സോൾവെന്റ്സിൽ സോളിബിൾ. ആൻഡ് ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഈസ് ഇൻ ദി വാട്ടർ. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി, അതായത് ഹാലജൻ മോളിക്യൂൾസിന്റെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഏറ്റവും കൂടുതലുള്ള Cl2-നാണ്. കുറവ് Br2, അതിനേക്കാൾ കുറവാണ് F2, അതിനേക്കാൾ കുറവാണ് I2. ബിക്കോസ് ഓഫ് ദി സൈസ് ഇൻക്രീസസ്, ബോണ്ട് ലെങ്ത് ഇൻക്രീസസ്. സൈസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോണ്ട് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് അതിന് റീസൺ. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ഓഫ് ക്ലോറിൻ ഈസ് ഗ്രേറ്റർ ദാൻ ഫ്ലൂറിൻ. There are large electronic repulsion of lone pair of electrons present in the fluorine. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നമ്മളിവിടെ പറഞ്ഞു ക്ലോറിൻ കഴിഞ്ഞ് ബ്രോമിൻ കഴിഞ്ഞിട്ടാണ് ഫ്ലൂറിൻ ഉള്ളത്. അപ്പൊ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി ക്ലോറിൻ ആണ് കൂടുതൽ ഇതിനേക്കാളും
ഫ്ലൂറിനേക്കാളും. അതിനുള്ള കാരണം പറഞ്ഞത് ലാർജ് ഇലക്ട്രോണിക് റിപ്പൾഷൻ ഓഫ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ദി ഫ്ലൂറിൻ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുതലാണ്. അപ്പൊ അത് ചെറിയ സൈസ് ചെറുതാണ്. സ്വാഭാവികമായിട്ടും ആ ഇലക്ട്രോൺ വളരെ അടുത്താണ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. ആ ഇലക്ട്രോൺസിന്റെ റിപ്പൾഷൻ, ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉള്ളതുകൊണ്ടാണ് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിന്റെ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉള്ളതുകൊണ്ട്, നെഗറ്റീവ് ചാർജിൽ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി ക്ലോറിന് കൂടുതൽ ആവാനുള്ള കാരണം. ഗ്രൂപ്പ് 17 എലമെന്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആണ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്രൂപ്പ് 16 പറഞ്ഞ പോലെ തന്നെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, അതേപോലെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ, റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ അല്ലെങ്കിൽ ഹലജൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ 4 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ ഗ്രൂപ്പ് 17 എലമെന്റ്സിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിലെ ഒന്നാമത്തെ കെമിക്കൽ പ്രോപ്പർട്ടി ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഹലജൻ ഷോസ് -1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഹലജന്റെ കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -1 ആണ്. ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഷോസ് +1, +3, +5 and +7 oxidation state by transferring electron from s and p orbital to vacant d orbital. d ഓർബിറ്റലിലേക്ക് എസിലെയും പിയിലെയും ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് +5ഉം +7 ഒക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്ലോറിനും ബ്രോമിനും അയഡിനൊക്കെ കാണിക്കുന്നത്. കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഗ്രൂപ്പ് 17 -1 ആണ്, നേരത്തെ പറഞ്ഞതാണ്. ഓക്സിഡൈസേഷൻ ആണ് F2 ഹയർ ഹാലജൻസ്. F2 അതിന്റെ ലോവർ ഹാലജൻസിനെ ഓക്സിഡൈസ് ചെയ്യും. ഇറ്റ് ഓക്സിഡൈസസ് ലോവർ ഹാലജൻസ്. F2 അതിന് താഴെയുള്ള ക്ലോറിൻ, ബ്രോമിൻ, എക്സിസിക്കൽ ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ ഇതിനൊക്കെ ഓക്സിഡൈസ് ചെയ്യും. അപ്പൊ നമുക്ക് ഫ്ലൂറൈഡ് കിട്ടും. പ്ലസ് X2 ഹാലൈഡ് എന്തായിട്ട് മാറും? ഹാലജൻ ആയിട്ട് മാറും. Cl- ആണെങ്കിൽ Cl2 ആയിട്ട് മാറും. അതേപോലെ ക്ലോറിൻ അതിന് താഴെയുള്ള ഹാലൈഡ്സിനെ ബ്രോമിൻ, അയഡിനൊക്കെ ഓക്സിഡൈസ് ചെയ്യും. then we will get ഹാലജൻ മോളിക്യൂൾ, ക്ലോറൈഡ് ഫോം ചെയ്യും. ഇത് ഫ്ലൂറിൻ ഓക്സിഡൈസസ് വാട്ടർ. ഫ്ലൂറിൻ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൂറൈഡ് കിട്ടും. H+ഉം ഓക്സിജൻ റിലീസ് ചെയ്യും. ഇപ്പൊ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്, ഹലജന്റെ ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞു. അനോമലസ് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ എന്ന് പറഞ്ഞാൽ ആ 17ാം ഗ്രൂപ്പിലെ ഫസ്റ്റ് മെമ്പർ ആണ്. നമ്മൾ എല്ലാ ഗ്രൂപ്പിലും പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് മെമ്പർ അനോമലസ് പ്രോപ്പർട്ടി കാണിക്കും. അതിനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഡ്യൂ ടു സ്മോളർ സൈസ് കൊടുത്തിട്ടുണ്ട്. ഡ്യൂ ടു സ്മോളർ സൈസ്, high electronegativity, low fluorine bond dissociation enthalpy and non availability of d orbitals. അതാണ് anomalous property കാണിക്കാനുള്ള റീസൺ. Most of the reaction fluorine are exothermic. എല്ലാ ഭൂരിഭാഗം റിയാക്ഷനിലും ഫ്ലൂറിന് എക്സോതെർമിക് ആണ്. ഇത്രയാണ് അതിന്റെ anomalous properties, ഫ്ലൂറിന്റെ anomalous properties. The chemical propertiesലെ റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹൈഡ്രജൻ എന്നുള്ള ഭാഗമാണ് പറയുന്നത്. All reacts with hydrogen to give hydrogen halide. Example HF, HCl, HBr, HI ഒക്കെ എക്സാമ്പിൾ ആണ്. On dissolving hydrogen halide in water give hydrohalic acid. ഹൈഡ്രജൻ ക്ലോറൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഹൈഡ്രോക്ലോറിക് ആസിഡ് കിട്ടുക. ഇത് കോമൺ ആയിട്ട് പറഞ്ഞാൽ ഹൈഡ്രജൻ ഹാലൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹൈഡ്രോഹാലിക് ആസിഡ് കിട്ടും. The order of acid strength is HF less than HCl, less than HBr, less than HN. അങ്ങനെയാണ് ഓർഡർ ഓഫ് അസിഡിക് സ്ട്രെങ്ത്. ആസിഡ് സ്ട്രെങ്ത്തിന്റെ ഓർഡർ ഏറ്റവും കുറവ് HFന്, അതിനേക്കാൾ കൂടുതലാണ് HCl, അതിനേക്കാൾ കൂടുതലാണ് HBr, അതിനേക്കാൾ കൂടുതലാണ് HN. ദി ഓർഡർ ഓഫ് സ്റ്റെബിലിറ്റി ഓഫ് HF, ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ള ആസിഡ് പിന്നെ ഹൈഡ്രജൻ ഹാലൈഡ് ആണ് HF. അതിന്റെ ഓർഡർ HCl, HBr, HI. ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പി. ഇതിനുള്ള കാരണം ബോണ്ട് ഡിസോസിയേഷൻ എന്താൽപ്പിയിലുള്ള വർധനയാണ്, ഇൻക്രീസ് ആണ്. ദി ഓർഡർ ഓഫ് ബോയിലിംഗ് പോയിന്റ് is HCl is less than HBr, is less than HF, is less than HI. HF has strong intermolecular hydrogen bonding. HFന് സ്ട്രോങ് ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക HFന്, അതേപോലെ HIക്കാണ്. HBRും HClഉമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ HFനാണ് ഏറ്റവും കൂടുതൽ ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളതുകൊണ്ട് ബോയിലിംഗ് പോയിന്റ് കൂടുതലുണ്ടാവുക. As the size of atom increases, van der Waals force increases, hence the boiling point increases. ഒരു റീസൺ അതാണ്. പിന്നെ സൈസ്, ആറ്റമിക് സൈസ് കൂടുന്നതിനനുസരിച്ച് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യും. വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. പക്ഷെ അതിൽ ഒരു എക്സെപ്ഷണൽ കേസ് ഉള്ളത് HFന്
പിന്നെ സൈസ് കുറവാണെങ്കിലും HCl-ഉം HBr-നേക്കാളും കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവാനുള്ള കാരണം ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് പ്രസന്റ് ഇൻ ദി HF മോളിക്യൂൾ. കെമിക്കൽ പ്രോപ്പർട്ടീസിലെ അടുത്ത് പറയുന്നത് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഓക്സിജൻ എന്നുള്ളതാണ്. മോസ്റ്റ് ഓഫ് ദി ഓക്സൈഡ്സ് ഓഫ് ഹലജൻ ആർ അൺസ്റ്റേബിൾ. ഹലജന്റെ ഭൂരിഭാഗം ഹാലജൻസിന്റെ ഓക്സൈഡ്സും അൺസ്റ്റേബിൾ ആണ്. അതിൽ എക്സെപ്ഷണൽ കേസിൽ O2F2 ഫ്ലൂറിന്റെ ഒരു ഓക്സൈഡാണ് O2F2. ഇത് ഓക്സിഡൈസ് ചെയ്ത് പ്ലൂട്ടോണിയത്തെ ഓക്സിഡൈസ് ചെയ്ത് പ്ലൂട്ടോണിയം ഹെക്സാ ഫ്ലൂറൈഡ് ആക്കി മാറ്റും, PuF6. അത് ദാറ്റ് ഈസ് യൂസ്ഡ് ടു റിമൂവ് സ്പെൻഡ് ന്യൂക്ലിയർ ഫ്യൂവൽ. ന്യൂക്ലിയർ ഫ്യൂവലിൽ സ്പെൻഡ് ചെയ്ത ന്യൂക്ലിയർ ഫ്യൂവലിനെ റിമൂവ് ചെയ്യാൻ വേണ്ടി ഈ പ്ലൂട്ടോണിയം ഹെക്സാ ഫ്ലൂറൈഡ് യൂസ് ചെയ്യുന്നു. അതേപോലെ മറ്റേ ക്ലോറിന്റെ മറ്റൊരു ഓക്സൈഡാണ് ClO2. ഓക്സിഡൈസിംഗ് ഏജന്റ് ആണ്, യൂസ്ഡ് ഫോർ ബ്ലീച്ചിങ് പേപ്പർ പൾപ്പ് ഇൻഡസ്ട്രി ആൻഡ് ഇൻ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സ്. വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സിലും അതേപോലെ പേപ്പർ പൾപ്പ് ഇൻഡസ്ട്രിയിലൊക്കെ ഈ ClO2 എന്നുള്ള ക്ലോറിന്റെ ഓക്സൈഡ് ബ്ലീച്ചിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ അയഡിൻ പെന്റോക്സൈഡ് I2O5 is an oxidizing agent used in the estimation of carbon monoxide. കാർബൺ മോണോക്സൈഡിന്റെ എസ്റ്റിമേഷന് വേണ്ടി നമ്മൾ അയഡിൻ പെന്റോക്സൈഡ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അവിടെ അയഡിൻ കാർബൺ മോണോക്സൈഡും പിന്നെ I2O5 കൂടി റിയാക്ട് ചെയ്യുമ്പോൾ ലിബറേറ്റ് ചെയ്യുന്ന അയഡിന്റെ ക്വാണ്ടിറ്റിയിൽ നിന്നാണ്, അയഡിന്റെ ക്വാണ്ടിറ്റി കണക്കാക്കിയിട്ടാണ് അത് സോഡിയം തയോസൾഫേറ്റുമായിട്ട് സ്റ്റാൻഡേർഡ് സോഡിയം തയോസൾഫേറ്റുമായിട്ട് ടൈട്രേറ്റ് ചെയ്തിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ കാർബൺ മോണോക്സൈഡിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി I2O5 ഓക്സിഡൈസിംഗ് ഏജന്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. ഈ I2O5 അയഡിന്റെ ഓക്സൈഡാണ്. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടിയാണ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജൻ. ഹലജനുമായിട്ടുള്ള റിയാക്ടിവിറ്റി ടുവേർഡ്സ് ഹലജൻ. അതായത് ഹലജൻ തന്നെ ഹലജനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന, അതിനെ പറയുന്ന പേര് ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ് എന്നാണ് പറയുക. ബൈനറി കോമ്പൗണ്ട്സ് ഓഫ് ദി 2 ഡിഫറെന്റ് ഹലജൻ ആറ്റംസ് ആർ ജനറൽ ഫോർമുല X(X)N ആർ കോൾഡ് ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്. അപ്പൊ ഒരു ഹലജൻ മറ്റൊരു ഹലജൻ ആറ്റവുമായിട്ട് ബോണ്ട് ഫോം ചെയ്തുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെ ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്. അവരെ 2 മോളിക്യൂളിലെ 2 ഹലജനും ഡിഫറെന്റ് ആയിരിക്കും. അതാണ് ഒന്ന് X-ഉം ഒന്ന് X(N) ആർ കോൾഡ് ഇന്റർ ഹലജൻ കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ട്സ് ഒക്കെ ഡയാമാഗ്നറ്റിക് ആണ്. അതേപോലെ കോവാലന്റ് കോമ്പൗണ്ട്സ്. ദീസ് ആർ കോവാലന്റ് കോമ്പൗണ്ട്സ് ആൻഡ് ഓൾ ആർ diamagnetic. Interhalogen compounds are more reactive than halogens because XX bar is a more polar bond than XX bond. Interhalogen compounds ഹലജനേക്കാളും റിയാക്റ്റീവ് ആണ്. അതിനുള്ള കാരണം XX ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്യുവർ കോവാലന്റ് ബോണ്ടാണ്. എന്നാൽ XX ബാർ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോളാർ ബോണ്ടാണ്. അതുകൊണ്ട് റിയാക്ടിവിറ്റി ഇന്റർഹലജൻ കോമ്പൗണ്ട്സിന്റെ റിയാക്ടിവിറ്റി ഹലജനേക്കാൾ കൂടുതലായിരിക്കും. അടുത്ത പ്രോപ്പർട്ടിയാണ് റിയാക്ടിവിറ്റി ടുവേർഡ്സ് മെറ്റൽസ്. മെറ്റലുമായിട്ടുള്ള ഹലജന്റെ റിയാക്ടിവിറ്റി. ഹലജൻ റിയാക്ട്സ് വിത്ത് മെറ്റൽസ് ടു ഫോം മെറ്റൽ ഹാലൈഡ്സ്. ഹലജൻ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ ഹാലൈഡ് ഉണ്ടാവും. എക്സാമ്പിള് മെഗ്നീഷ്യം മെറ്റലാണ്, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്താൽ മെഗ്നീഷ്യം ബ്രോമൈഡ് MgBr2. അതിന്റെ അയണിക് ക്യാരക്ടർ, അങ്ങനെ മെറ്റൽ ഹാലൈഡ്സിന്റെ അയണിക് ക്യാരക്ടർ ഏറ്റവും കൂടുതൽ അയണിക് ക്യാരക്ടർ ഉണ്ടാവുക മെറ്റൽ ഫ്ലൂറൈഡിനാണ്. അതിനേക്കാളും കുറവായിരിക്കും മെറ്റൽ ക്ലോറൈഡ്, ബ്രോമൈഡ്, അയഡൈഡ്. അപ്പോൾ M ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് മോണോ വാലന്റ് മെറ്റലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഹാലൈഡ്സ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് വിൽ ബി മോർ കോവാലന്റ് ദാൻ ദി വൺ ഇൻ ദി ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഹാലൈഡിനേക്കാളും കോവാലന്റ് ക്യാരക്ടർ കൂടുതലായിരിക്കും ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഹാലൈഡിനേക്കാളും കൂടുതൽ കോവാലന്റ് ക്യാരക്ടർ ഉണ്ടാവുക ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള ഹാലൈഡ്സിനായിരിക്കും. 17th ഗ്രൂപ്പ് എലമെന്റിലെ രണ്ടാമത്തെ മെമ്പർ ആയിട്ടുള്ള ക്ലോറിനെ കുറിച്ചാണ് നമ്മൾ. ക്ലോറിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രിപ്പറേഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്ലോറിൻ എന്ന എലമെന്റ് കണ്ടുപിടിച്ചത് ഷീലെ എന്ന സയന്റിസ്റ്റ് ആണ്. അപ്പൊ അതിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പ്രിപ്പറേഷനും ഒക്കെ നമുക്ക് കാണാം. ക്ലോറിന്റെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ് ഹീറ്റിംഗ് മാംഗനീസ് ഡയോക്സൈഡ് MnO2 വിത്ത് കോൺസെൻട്രേറ്റഡ് HCl. MnO2 കോൺസെൻട്രേറ്റഡ് HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാംഗനീസ് ക്ലോറൈഡ് MnCl2 Cl2+2H2. അപ്പൊ മാംഗനീസ് ഡയോക്സൈഡ് HCl-ഉമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ ഗ്യാസ് കിട്ടും. ബൈ ആക്ഷൻ ഓഫ് HCl ഓൺ KMnO4. KMnO4ഉം HCl-ഉം കൂടി ട്രീറ്റ് ചെയ്യാണ്. KMnO4 പ്ലസ് 16 HCl gives MnCl2 plus KCl plus 8H2O plus Cl5Cl2. അപ്പൊ ക്ലോറിൻ ഗ്യാസ് ഫോം ചെയ്യും. അതിന്റെ ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ പറയുന്ന പേരാണ് ഡീക്കൻസ് മെത്തേഡ് എന്നാണ് പറയുന്നത്. ഡീക്കൻസ് മെത്തേഡ്
Oxidation of HCl gas by atmospheric oxygen in cuprous chloride catalyst at a temperature of 723 Kelvin. അപ്പോൾ ഓക്സിഡേഷൻ ആണ് HCl ഗ്യാസിനെ ഓക്സിഡൈസ് ചെയ്യാൻ. ഡീകൺസ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നെയ്മഡ് റിയാക്ഷൻ ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഉപയോഗിച്ച് HCl-നെ ഓക്സിഡൈസ് ചെയ്യാണ്. അവിടെ കാറ്റലിസ്റ്റ് ആയിട്ടുള്ളത് CuCl2 ആണ്. ടെമ്പറേച്ചർ കണ്ടീഷൻ 723 കെൽവിൻ ടെമ്പറേച്ചർ ആണ്. അപ്പൊ നമുക്ക് ക്ലോറിൻ ഗ്യാസ് കിട്ടും. അതാണ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. രണ്ടാമത് ഇലക്ട്രോളിറ്റിക് പ്രോസസ്. ഇലക്ട്രോളിസിസ് ഓഫ് കോൺസെൻട്രേറ്റഡ് NaCl സൊല്യൂഷൻ അല്ലെങ്കിൽ ബ്രൈൻ സൊല്യൂഷന് ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കോൺസെൻട്രേറ്റഡ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷന് അതിനാണ് ബ്രൈൻ സൊല്യൂഷൻ എന്ന് പറയും. അതിനെ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് ക്ലോറിൻ ഗ്യാസ് നമുക്ക് കിട്ടും. അതും ഒരു ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ ആണ്. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ഇതിന്റെ ഫിസിക്കലും കെമിക്കൽ ആയിട്ടുള്ള ക്ലോറിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് വിത്ത് പഞ്ചന്റ് സ്മെൽ. നമുക്കറിയാം ക്ലോറക്സ് നമ്മള് പിന്നെ വസ്ത്രങ്ങളൊക്കെ വെള്ള വസ്ത്രങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന, കറ കളയാൻ ഉപയോഗിക്കുന്ന ക്ലോറക്സിന്റെ കളറും അതേപോലെയുള്ള സ്മെല്ലുമാണ്. അത് കാരണം അതിൽ ക്ലോറിൻ ആണുള്ളത്. ഗ്രീനിഷ് യെല്ലോ ഗ്യാസ് വിത്ത് പഞ്ചന്റ് സ്മെൽ. Chlorine is soluble in water, reacts with metals and non-metals. മെറ്റലുമായിട്ടും നോൺ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യും. അലൂമിനിയവുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലൂമിനിയം ക്ലോറൈഡ് ഉണ്ടാവും. സോഡിയവുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോറിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ഉണ്ടാവും. ഫോസ്ഫറസുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് PCl5 ഉണ്ടാവും, PCl3 ഉണ്ടാവും, അതേപോലെ PCl5 ഉണ്ട്. ഇത് നമ്മൾ മുമ്പ് പിന്നെ PCl3യുടെയും PCl5ന്റെയും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനിൽ പറഞ്ഞ റിയാക്ഷൻ വൈറ്റ് ഫോസ്ഫറസ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോസ്ഫറസ് ട്രൈക്ലോറൈഡ് കിട്ടും. അത് 10 മോളിക്യൂൾ ആണെങ്കിൽ അത് ഫോസ്ഫറസ് പെന്റാക്ലോറൈഡ് ആയിട്ടും കിട്ടുക. റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. ക്ലോറിൻ ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ HCl കിട്ടും, ഹൈഡ്രജൻ ക്ലോറൈഡ് കിട്ടും. ഹൈഡ്രജൻ കണ്ടെയ്നിങ് കോമ്പൗണ്ട് H2S ഹൈഡ്രജൻ സൾഫൈഡ് ആയിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് HCl കിട്ടും, സൾഫർ ഗ്യാസ് ഉണ്ട്. വിത്ത് എക്സസ് NH3 reaction with excess NH3, chlorine gives nitrogen and ammonium chloride. ഇതിന്റെ ഇമ്പോർട്ടൻസ് ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസ് അമോണിയ ആണെങ്കിൽ കിട്ടുന്നത് അമോണിയം ക്ലോറൈഡ് ആണ്, NH4Cl ആണ്, അമോണിയ പ്ലസ് Cl2. അവിടെ ഇത് എക്സസ് അമോണിയ എക്സസ് ആണ്, അമോണിയം ക്ലോറൈഡ് ആണ് കിട്ടുക. ഇനി എക്സസ് ക്ലോറിൻ ആണെങ്കിൽ അവിടെ കിട്ടുന്നത് നൈട്രജൻ ട്രൈക്ലോറൈഡ് ആണ്, NCl3. നൈട്രജൻ ട്രൈക്ലോറൈഡ് ആണ് കിട്ടുന്നത്. മുകളിൽ അമോണിയം ക്ലോറൈഡ്, അമോണിയ എക്സസ് ആണെങ്കിൽ അമോണിയം ക്ലോറൈഡും, ക്ലോറിൻ എക്സസ് ആണെങ്കിൽ നൈട്രജൻ ട്രൈക്ലോറൈഡും ആണ് കിട്ടുക. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതേപോലെ അതേപോലെയുള്ള ഒരു കാര്യമാണ് വിത്ത് കോൾഡ് ഡൈല്യൂട്ട് ആൽക്കലി ക്ലോറിൻ ഗീവ്സ് ക്ലോറൈഡ് ആൻഡ് ഹൈപ്പോക്ലോറൈറ്റ്. സോഡിയം ഹൈഡ്രോക്സൈഡ് ക്ലോറിനുമായിട്ട് കോൾഡ് ഡൈല്യൂട്ട് ആണ്. അതായത് കോൾഡ് എണ്ണ വെച്ചും ഡൈല്യൂട്ട് എണ്ണ വെച്ച് കോൾഡ് ആൻഡ് ഡൈല്യൂട്ട് എണ്ണ വെച്ച് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ സോഡിയം ക്ലോറൈഡും കിട്ടും, സോഡിയം ഓക്സി ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം ഹൈപ്പോക്ലോറൈഡും കിട്ടും. അതേ സമയത്ത് ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ ആൽക്കലി ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്ലോറൈഡും സോഡിയം ക്ലോറൈഡ് പ്ലസ് NaOCl3, അതായത് സോഡിയം ക്ലോറൈറ്റ് ആണ് കിട്ടുക. സോഡിയം ക്ലോറൈറ്റ് ഹൈപ്പോക്ലോറൈറ്റ് ആണ് നേരത്തെ കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുക സോഡിയം ക്ലോറൈറ്റ് ആണ് കിട്ടുക, NaOCl3 ആണ്. നേരത്തെ NaOCl ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവിടെ NaOCl ആണ്. കോൾഡ് ഡൈല്യൂട്ട് ആസിഡ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാവുക സോഡിയം ക്ലോറൈറ്റ് ആണ്, NaOCl3 ആണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടുക. അപ്പൊ ഇങ്ങനെ പിന്നെ രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ്, ഒന്ന് അമോണിയ എക്സസ് ആവുന്ന സമയത്തും ക്ലോറിൻ എക്സസ് ആവുന്ന സമയത്തും രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നു. കോൾഡും ഡൈല്യൂട്ടും ഹോട്ടും കോൺസെൻട്രേറ്റഡും ആയിട്ടുള്ള ആൽക്കലിയുമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നതുകൊണ്ട് ഇത് എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ഭാഗത്ത്. വിത്ത് ഡ്രൈ സ്ലൈക്കഡ് ലൈം ഗീവ്സ് ബ്ലീച്ചിങ് പൗഡർ. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ബ്ലീച്ചിങ് പൗഡറിന്റെ പ്രിപ്പറേഷൻ ആണ്. കാൽസ്യം ഹൈഡ്രോക്സൈഡ് ക്ലോറിനിലൂടെ ക്ലോറിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CaOCl2 CaCl2 എന്നുള്ള ബ്ലീച്ചിങ് പൗഡർ നമുക്ക് കിട്ടും. അതിന്റെ കോമ്പോസിഷൻ, ബ്ലീച്ചിങ് പൗഡറിന്റെ കോമ്പോസിഷനും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. കാൽസ്യം ഓക്സിക്ലോറൈഡ് അല്ലെങ്കിൽ CaOCl twice CaCl2 CaOH twice 2H2 എന്നുള്ളതാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ കോമ്പോസിഷൻ. ക്ലോറിൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോകാർബൺ ഗീവ് സബ്സ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡീഷൻ പ്രോഡക്റ്റ്. നമുക്ക് ആൽക്കൈനുമായിട്ട്
അല്ലെങ്കിൽ ഹൈഡ്രോ കാർബണുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള പ്രോഡക്റ്റുകളാണ് കിട്ടുക. ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഡക്റ്റും കിട്ടും, അതേപോലെ തന്നെ അഡീഷൻ പ്രോഡക്റ്റും കിട്ടും. ഇപ്പോൾ എക്സാമ്പിളിന് CH4 ഒരു ആൽക്കൈനുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ് നടക്കുക. ആൽക്കൈൻ ഹാലൈഡ് കിട്ടും, CH3Cl4 പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. അതേ സമയത്ത് നമ്മൾ ഒരു ആൽക്കീനുമായിട്ടാണ് C2H4 ഒരു ആൽക്കീനുമായിട്ടാണ് എത്തീനുമായിട്ടാണ് ക്ലോറിൻ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് അതിന്റെ അഡീഷൻ പ്രോഡക്റ്റ് ആണ് കിട്ടുന്നത്. രണ്ട് ഡബിൾ ബോണ്ടിന്റെ രണ്ട് സൈഡിലും രണ്ട് ക്ലോറിൻ ആഡ് ചെയ്തിട്ടുള്ള അഡീഷൻ പ്രോഡക്റ്റ് ആണ് ആൽക്കീനുമായിട്ട് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബണുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്. ക്ലോറിൻ വാട്ടർ ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് HCl ആൻഡ് HOCl. ഓക്കെ, ഈ ക്ലോറിൻ വാട്ടർ നമ്മൾ ബ്ലീച്ചിങ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യും. അപ്പൊ ഈ ക്ലോറിൻ വാട്ടർ എന്തുകൊണ്ടാണ് ഈ ബ്ലീച്ചിങ് പർപ്പസിന്, എന്ത് ഫംഗ്ഷൻ ആണ് ബ്ലീച്ചിങ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്? നമുക്ക് ക്ലോറിൻ വാട്ടർ ക്ലോറിൻ water leads to the formation of HCl and HOCl. HOCl gives the nascent oxygen for bleaching. ബ്ലീച്ചിങ്ങിന് ആവശ്യമായിട്ടുള്ള nascent oxygen തരുന്നത് ഈ HOCl ആണ്. So HOCl H2O plus Cl2 gives HCl plus O എന്നുള്ള nascent oxygen. ഈ nascent oxygen ആണ് ബ്ലീച്ചിങ് പർപ്പസിന് വേണ്ടി സഹായിക്കുന്നത്. അപ്പൊ ഈ nascent oxygen ഉണ്ടാക്കാനുള്ള എബിലിറ്റി ക്ലോറിൻ വാട്ടറിൽ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് nascent oxygen ഉണ്ടാക്കാനുള്ള എബിലിറ്റി ആണ് അത് ബ്ലീച്ചിങ് പർപ്പസിന് ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ ബ്ലീച്ചിങ് എന്നുള്ള എബിലിറ്റി അല്ലെങ്കിൽ ആ ഫംഗ്ഷന് ഇതിനെ സഹായിക്കുന്നത്. ഇറ്റ് ഓക്സിഡൈസസ് I2SO2 എക്സെട്ര. നോക്കുക, ക്ലോറിൻ അയഡിൻ വാട്ടർ അല്ലെങ്കിൽ I2 plus 6H2 അയഡിനുമായിട്ട് ക്ലോറിൻ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് HiO3 അതേപോലെ തന്നെ 10HCl കിട്ടും. അപ്പൊ ഇവിടെ അയഡിനെ ഹൈഡ്രജൻ അയഡേറ്റ് ആയിട്ട് അല്ലെങ്കിൽ HiO3 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യപ്പെടുന്നു. രണ്ടാമത് സൾഫർ ഡയോക്സൈഡിനെ ക്ലോറിൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൾഫ്യൂരിക് ആസിഡ് കിട്ടും. അപ്പൊ ഇവിടെ സൾഫർ ഡയോക്സൈഡിനെയും ഓക്സിഡൈസ് ചെയ്ത് സൾഫ്യൂരിക് ആസിഡ് ആക്കി മാറ്റുന്നു. അപ്പൊ രണ്ട് ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ഓക്സിഡൈസേഷൻ റിയാക്ഷൻ ആണ്. അയഡിനെ ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്യുന്നു, സൾഫർ ഡയോക്സൈഡിനെ ക്ലോറിൻ ഓക്സിഡൈസ് ചെയ്യുന്നു. ഈ രണ്ട് റിയാക്ഷൻസും ഇതേപോലെ പരീക്ഷയ്ക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള റിയാക്ഷന്റെ കൂട്ടത്തിൽ സാധാരണ കാണുന്ന ഒരു റിയാക്ഷനാണ്. ഇനി ക്ലോറിന്റെ യൂസസ് ആണ് നമ്മളിവിടെ പറയുന്നത്. യൂസസ് ഓഫ് ക്ലോറിൻ ഒന്ന് ബ്ലീച്ചിങ് വുഡ് പൾപ്പ്, കോട്ടൺ ആൻഡ് ടെക്സ്റ്റൈൽസ്. ബ്ലീച്ചിങ് വുഡ് പൾപ്പ് ബ്ലീച്ച് ചെയ്യാൻ, അതേപോലെ കോട്ടൺ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ടെക്സ്റ്റൈൽസ് ഒക്കെ അല്ലെങ്കിൽ ഡ്രസ്സുകൾ ബ്ലീച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഒന്നാമത്തെ യൂസ്. രണ്ടാമത് എക്സ്ട്രാക്ഷൻ ഓഫ് ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ഗോൾഡിന്റെയും പ്ലാറ്റിനത്തിന്റെ ഒക്കെ എക്സ്ട്രാക്ഷനിലും ക്ലോറിൻ യൂസ് ചെയ്യുന്നു. മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്, ഡൈസ് ആൻഡ് DDT. ഡ്രഗ്, ഡൈ, അതേപോലെ മെഡിസിൻസ്. ഡ്രഗ്സ് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് മെഡിസിൻസ്, അതേപോലെ കളറുകൾ, ഡൈ, അതേപോലെ DDT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളനാശിനിയാണ്, അതിന്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ നമ്മള് ബ്ലീച്ചിങ്, കിണറിലേക്ക് വെള്ളം എന്തെങ്കിലും ജീവികളൊക്കെ ചത്ത് വീണ് ചാവ് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കിണറിൽ ബ്ലീച്ചിങ് പൗഡർ ചേർക്കും. ആ ബ്ലീച്ചിങ് സ്റ്റെറിലൈസിങ് ഡ്രിങ്കിങ് വാട്ടർ എന്നുള്ള ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ആ യൂസ് ആണ് അവിടെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അതേപോലെ പോസ്റ്റീൻ, COCl2 എന്നുള്ള പോസ്റ്റീൻ, ടിയർ ഗ്യാസ്, CCl3NO2 ടിയർ ഗ്യാസ്. നമ്മൾ കണ്ണീർ വാതകം എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന സമരങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ടിയർ ഗ്യാസ്, അതാണ് കണ്ണീർ വാതകം. ഈ ടിയർ ഗ്യാസ് അതേപോലെ പോസ്റ്റീൻ ഒക്കെ ഉണ്ടാക്കുന്നത് ക്ലോറിൻ ഉപയോഗിച്ചാണ്. അപ്പൊ ഇത്രയാണ് ക്ലോറിന്റെ യൂസസ്.